ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ ബയ്യറിനെ പറ്റി മാത്രമാണ്. ഓപ്ഷൻ ബയ്യർ റേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ട്രാപ്പ്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ മാർക്കറ്റ് മെൻ്റലി ബ്രേക്ക് ചെയ്യുന്നു, ഈ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ റെയർ കണ്ടന്റ് ആണ്, നിങ്ങൾക്ക് ആരും ഇതുപോലൊന്നും പറഞ്ഞു തരില്ല. അപ്പോൾ വീഡിയോ ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ പ്യുവർ എക്സ്പീരിയൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റേഞ്ച് മാർക്കറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഒരു കീ ലെവൽസിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും ഇല്ലാതെ അപ്പ് ആൻഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് റേഞ്ച് മാർക്കറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇവിടെ സൈക്കോളജി നോക്കുവാണെങ്കിൽ ബയർ സെല്ലർ ഉണ്ട്, ബയ്യറും ഉണ്ട്. രണ്ടുപേരും ഈക്വൽ ആണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇടയിൽ പ്രത്യേകിച്ചൊരു ക്ലിയർ ഡയറക്ഷൻ ഇല്ല, കൺഫ്യൂഷനാണ്, രണ്ടുപേരും ന്യൂട്രലാണ്. ഈ ഒരു ബിഹേവിയർ ഉള്ളത് കൊണ്ടാണ് റേഞ്ച് മാർക്കറ്റ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ബയ്യർ വളരെ സ്ട്രോങ് ആണ്, സെല്ലർ വീക്ക് ആണെന്ന് പറയാം. ഒരു ഡൗൺ ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ പറയാം സെല്ലർ സ്ട്രോങ് ആണ്, ബയ്യർ വളരെ വീക്ക് ആണെന്ന് പറയാം. പക്ഷേ റേഞ്ച് മാർക്കറ്റിൽ രണ്ടുപേരും ഈക്വൽ ആണ്, രണ്ടുപേരും ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അതുകൊണ്ടാണ് റേഞ്ച് മാർക്കറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി റേഞ്ച് മാർക്കറ്റിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത്, ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ട്രാപ്പ് നിങ്ങൾ എങ്ങനെ മാറ്റുന്നു എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ബൈ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. റൈറ്റ്, ബൈ എൻട്രി നിങ്ങൾ സി എടുത്തു. ഓക്കെ, അറ്റ് 100 രൂപയ്ക്ക് നിങ്ങൾ സി എടുത്തു. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ റേഞ്ച് മാർക്കറ്റാണ്, പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനൊന്നുമില്ല. നിങ്ങൾ സി എടുത്തു, 100 രൂപയ്ക്ക് എടുത്തു. കുറച്ച് ഒരു അപ്സൈഡ് വന്ന സമയത്ത് 100 രൂപയുള്ള പ്രീമിയം മാറി ഒരു 120 പോയി. അപ്പോൾ 20 രൂപ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40+ പോയിന്റ് ആണ്. അല്ലെ, ഓപ്ഷൻ ബയ്യർ സംബന്ധിച്ചിട്ട് ചെറിയ പ്രോഫിറ്റ് അല്ലല്ലോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, വലിയൊരു പ്രോഫിറ്റ്. ഒരു 140 അല്ലെങ്കിൽ 150 വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ 120 പോയി, 122 പോയി. പക്ഷേ തിരിച്ച് താഴെ വന്നു, 90 പോയി. നമ്മുടെ SL ഇവിടെ ഹിറ്റ് ചെയ്തു. ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് റേഞ്ച് മാർക്കറ്റിൽ. അതായത് പ്രീമിയം നമ്മൾ എൻട്രി എടുക്കും, മാർക്കറ്റ് ഡയറക്ഷനിലൂടെ അപ്സൈഡിലോട്ട് തന്നെ പോകുന്നുണ്ടാവും. പക്ഷേ പ്രീമിയത്തിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകില്ല. ഒരു 120 വന്ന് ഒരു 20 പോയിന്റ്, ഈവൻ 20 പോയിന്റ് പോലും തരാത്ത മാർക്കറ്റ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാണ്. തിരിച്ചു വന്നു, ചെറിയ പ്രോഫിറ്റ് തന്നിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇത് പലപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു തവണ ട്രേഡ് എടുത്തു, 2 തവണ ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് മനസ്സിലായി ചെറിയ പ്രോഫിറ്റിൽ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3-4 തവണ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു കാര്യം ഫീഡ്, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഏർലി പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്മോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ട്രാപ്പ്. ഈ ഒരു സൈക്കോളജിക്കൽ ട്രാപ്പ് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യും. എന്താണ് ഫീഡ് ചെയ്യുക? എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് ഒരു അപ്സൈഡ് സ്പൈക്ക് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഫീഡ് ചെയ്യും. കാരണം എന്താണ്? നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ട്രേഡ് എടുത്തതിന് ശേഷം ചെറിയ പ്രോഫിറ്റ് വന്നിട്ട് തിരിച്ച് ലോസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഫീഡ് ചെയ്യുന്നത് അതൊരു ഡേഞ്ചറാണ്, ഇമ്മീഡിയറ്റ്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളത്. ഇതൊരു സൈക്കോളജിക്കൽ ട്രാപ്പാണ് റേഞ്ച് മാർക്കറ്റിൽ. അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഞാനത് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഒന്നാമത് സ്മോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. രണ്ടാമത്തേത് ബ്രേക്ക് ഔട്ട് എൻട്രി. സൈഡ് വേസ് മാർക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു മുൻപ് ഒരു 2 വർഷം മുമ്പ് ഞാൻ സൈഡ് വേസ് മാർക്കറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. സൈഡ് വേസ് മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ടുകൾ, ബ്രേക്ക് ഡൗണുകൾ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 80% കൂടുതലും ഫാൾ സിഗ്നലുകളാണ് തരാറ്. അപ്പം നിങ്ങൾ സൈഡ് വേസ് മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട്, ബ്രേക്ക് ഔട്ട് കണ്ടിട്ട് നിങ്ങൾ ഓടിക്കേറി ഒരു ബൈ എൻട്രി എടുക്കും. ബൈ എൻട്രി സി എടുത്തു, 100 രൂപയ്ക്ക് എടുത്തു. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് റിവേഴ്സിൽ വന്നു. 100 രൂപ എന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് 70-60 മൂവ്മെൻറ്റ് ചെയ്യും. ഫാൾ സിഗ്നലുകൾ അങ്ങനെയാണ്, പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തത്? ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്തു, പെട്ടെന്ന് റിവേഴ്സിൽ വന്നു, വലിയ ബ്രോസ് ബുക്ക് ചെയ്തു. ഒരു തവണ നിങ്ങൾ ചെയ്തു. പിന്നെ വീണ്ടും താഴോട്ട് ഒരു റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് വീണ്ടും പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്തു. അതും അതുപോലെ തന്നെ ഫാൾസ് സിഗ്നലുകൾ തന്നു. മാർക്കറ്റ് വീണ്ടും തിരിച്ച് റിവേഴ്സിൽ വന്നു, വീണ്ടും ലോസ് ബുക്ക് ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഫീഡ് ചെയ്യും, ഓക്കെ, ബ്രേക്ക് ഔട്ട് എൻട്രികൾ, ബ്രേക്ക് ഡൗൺ എൻട്രികൾ ഡേഞ്ചർ ആണെന്നുള്ളൊരു ഫീല് വരും.
നോർമലി എസ്പെഷ്യലി സൈഡ് വേസ് മാർക്കിൽ നിങ്ങൾ കാണുന്ന ക്യാൻഡിലൊക്കെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ, വലിയ ക്യാൻഡിലൊക്കെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത് അതുപോലെ തിരിച്ച് റിവേഴ്സിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഔട്ടുകൾ ഡേഞ്ചർ ആണെന്നുള്ളതും നിങ്ങൾ സ്ലോലി റിവേഴ്സൽ ട്രേഡിങ്ങിലോട്ട് സൈക്കോളജി ഷിഫ്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ഓക്കെ ബ്രേക്ക് ഔട്ട് നടത്തി ഫാൾസ് സിഗ്നൽ തന്ന് തിരിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഫീഡ് ചെയ്യും ഇത് ട്രാപ്പാണ്, റിവേഴ്സ് എൻട്രി എടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സൈക്കോളജികൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് ഒരു 3 കാര്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ എടുക്കാം. റേഞ്ച് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് തീറ്റ ഡി കെ. റേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, വളരെ ചെറിയ മൊമെൻറ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ 100 രൂപയ്ക്ക് എൻട്രി എടുത്തു, മാർക്കറ്റ് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു, ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ മൂവ്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മൾ എൻട്രി എടുത്ത പ്രൈസിൽ തന്നെ നോക്കുവാണെങ്കിൽ സ്പോട്ടിൽ എത്തി. പക്ഷേ നമ്മുടെ പ്രീമിയം നോക്കുവാണെങ്കിൽ 90 രൂപയിലോട്ട് മാറി, അല്ലേ? സമയത്തിനനുസരിച്ചിട്ട് പ്രീമിയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തിനാണ് ടൈം ഡി കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീറ്റ ഡി കെ എന്ന് പറയുന്നത്. 90 മാറി പെട്ടെന്നൊരു സഡൻ ഡിപ്പ് വരുന്ന സമയത്ത് ചിലപ്പോൾ 90 നിന്ന് 80 70 മാറും. അപ്പം നിങ്ങൾ വീണ്ടും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തു, ഒരുപാട് സമയം ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തീറ്റ ഡി കെ ഉണ്ടാവും എന്നുള്ളതും അതൊരു ഡേഞ്ചർ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിവിടെ 4 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഇനിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി ഇത് എങ്ങനെയാണ് സൈക്കോളജിയിൽ ട്രാപ്പ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, സ്മോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത്, ഇത് റേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റ് റേഞ്ച് ഒന്നും ആയിരിക്കില്ല, അല്ലേ? ആ ഒരു ഫേസ് മാറും. കുറച്ച് സമയത്ത് റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യും, എന്തെങ്കിലും ഇവൻറ്റോ ന്യൂസുകളോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി എന്താണ്, വലിയൊരു ബ്രേക്ക് ഔട്ട് വരും. ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ട്രെൻഡിങ് മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും, വളരെ ഷാർപ്പായിട്ടുള്ള വലിയ മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഈ പറയുന്ന 100 രൂപയുള്ള പ്രീമിയം 150, 200, 240, 300 ഒക്കെ പോയ ദിവസങ്ങൾ വരും, ഒരു സിംഗിൾ ദിവസം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇവിടുന്ന് ബൈ എൻട്രി എടുക്കും, 100 രൂപയിൽ പ്രീമിയം ബൈ ചെയ്യും, 120-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് 150, 200, 240, 300-ലൊക്കെ പോകുന്നത് നിങ്ങളിങ്ങനെ നോക്കിയിരിക്കും. കാരണം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ല. കാരണം എന്താണ്? ഫിയർ ആണ്. ആ ഒരു ഫിയർ എവിടെ നിന്നാണ് വന്നത്? മുൻപുണ്ടായിരുന്ന നഷ്ടത്തിൽ നിന്നാണ് വന്നത്. ആ ഒരു നഷ്ടം എവിടെയാണ് ഉണ്ടായത്? റേഞ്ച് മാർക്കറ്റിലാണ്. അപ്പം നിങ്ങൾ റേഞ്ച് മാർക്കറ്റിൽ ഒരുപാട് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി ട്രാപ്പ് ചെയ്യും, നിങ്ങളുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യും. പോയിന്റ്. ഇതിപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ മുൻപ് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എനിക്കിത് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ബ്രേക്ക് ഔട്ട് ഡേഞ്ചർ ആണെന്ന് ഓൾറെഡി ഫീൽ ഉണ്ട്, അല്ലേ? അപ്പോൾ ട്രെൻഡിങ് മാർക്കറ്റിൽ വലിയ ഇവൻറ്റുകൾ വരുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് ലെവൽസുകൾ, വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന, എല്ലാവർക്കും അറിയാതെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ വളരെ വലിയ മൂവ്മെൻറ്റ് തരും എന്നുള്ളത്. പക്ഷേ ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ ഫിയർ, പേടി. എന്തുകൊണ്ട് പേടി? ബ്രേക്ക് ഔട്ട് ഫെയിൽ ആകുമോ എന്നുള്ള പേടി. ആ ഒരു പേടി എവിടെ നിന്ന് വന്നു? മുൻപ് ഇതുപോലുള്ള ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്തിട്ട് നമ്മൾ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട്. അത് മോസ്റ്റ്ലി ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലായിരിക്കും നമ്മൾ എൻട്രി എടുത്തത്? റേഞ്ച് മാർക്കറ്റിൽ. അപ്പോൾ റേഞ്ച് മാർക്കറ്റിൽ ഒരുപാട് ട്രേഡുകൾ എടുത്ത് നമ്മുടെ സൈക്കോളജി നമ്മൾ കളഞ്ഞു കുളിച്ചു. അതുകൊണ്ടാണ് വലിയ മൂവ്മെൻറ്റ്, റിയൽ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേടി വരുന്നത്. അപ്പോൾ ഇവിടെ ആരും എൻട്രി എടുക്കില്ല, ഡെഫിനറ്റ്ലി 100% ഞാൻ പറയുകയാണ്. നിങ്ങൾ റേഞ്ച് മാർക്കറ്റിൽ ഒരുപാട് ട്രേഡുകൾ ചെയ്ത്, ഈവൻ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും ശരി, ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും ശരി, ഈവൻ നഷ്ടങ്ങൾ വന്നാലും ശരി, നിങ്ങൾ റിയൽ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സൈക്കോളജി ഓൾറെഡി മോശമായിട്ടുണ്ട് റേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട്. ഇനി റിവേഴ്സൽ ട്രേഡ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനൊരു പ്രത്യേകതയുണ്ട്, അല്ലേ? നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഔട്ട് മാറ്റി റിവേഴ്സൽ ട്രേഡും പ്രാക്ടീസ് ചെയ്യും. എവിടെയാണ് റിവേഴ്സൽ ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ പറയുന്ന ട്രെൻഡിങ് മാർക്കറ്റില്ല, നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ റിവേഴ്സൽ എൻട്രി എടുക്കാൻ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ട്, ബ്രേക്ക് ഔട്ട് വർക്ക് ചെയ്യാൻ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാക്കാൻ പല ആൾക്കാർക്കും പറ്റാറില്ല. കാരണം അത് അവരുടെ സൈക്കോളജി ഓൾറെഡി ടുവാർഡ്സ് ആ റേഞ്ച് മാർക്കറ്റിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും സൈക്കോളജി. അപ്പോൾ തന്നെ വലിയ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ എൻട്രി എടുക്കാനോ പറ്റില്ല. റിവേഴ്സ് എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരും.
റൈറ്റ്. പിന്നെ തീറ്റ ഡി കെ എന്നുള്ള കാര്യം, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. അതായത് ഇന്നത്തെ മാർക്കറ്റിലൊക്കെ ഇന്നൊരു ഇവൻ്റ് ഉണ്ട്, ഇന്നൊരു RBI മണിറ്ററി പോളിസി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ഓക്കെ എന്ന് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നോക്കി 100 രൂപയ്ക്ക് ബൈ ചെയ്തു. പക്ഷേ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ച് എക്സിറ്റ് ചെയ്യും. കാരണം എന്താണ്? തീറ്റ ഡി കെ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സൈഡ് വേസ് മാർക്കറ്റിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റേഞ്ച് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 4 കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഡൻ ഡിപ്പുകൾ തരാറുണ്ട് അല്ലേ? നിങ്ങൾ പ്രീമിയത്തിൽ നോക്കിയാൽ മതി. റേഞ്ച് മാർക്കറ്റിൽ ഒരു സഡൻ ഡിപ്പ് തരും. 100 രൂപയുള്ള പ്രീമിയം പെട്ടെന്ന് ഒരു 70 പോകും, അതുപോലെ തിരിച്ച് 100 വരികയും ചെയ്യും. റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ നിങ്ങൾ റിവേഴ്സൽ എൻട്രി എടുത്തിട്ട് പെട്ടെന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇനി തിരിച്ച് വരുമെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, തിരിച്ച് വരില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ വലിയ നഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് റേഞ്ച് മാർക്കറ്റ് ഓപ്ഷൻ ബയ്യറെ സൈക്കോളജിക്കലി ട്രാപ്പ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഞാൻ പേഴ്സണലി റേഞ്ച് മാർക്കറ്റിൽ അങ്ങനെ വലുതായിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാറില്ല. റീസെൻ്റ്ലി ഇപ്പം ലാസ്റ്റ് വീക്ക് ആണെങ്കിൽ ശരി, അങ്ങനെ വലിയ റിസ്ക് എടുക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ സൈക്കോളജി ഞാൻ കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ നിഫ്റ്റിയുടെ കേസ് എടുക്കുവാണ്. അപ്പോൾ നിഫ്റ്റി നമ്മൾ ജസ്റ്റ് ഒരു 1 hour ചാർട്ട് എടുക്കുവാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട്, റൈറ്റ്, ഏപ്രിൽ മീൻസ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം എടുക്കാം. ഏപ്രിൽ തൊട്ട് ഇതാണ് നിഫ്റ്റിയുടെ അവസ്ഥ. ഇതാണ് നിഫ്റ്റിയുടെ അവസ്ഥ, റൈറ്റ്. നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഏകദേശം ഇതൊരു ഷോർട്ട് റേഞ്ച് ആണ്. ഈ ഷോർട്ട് റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2.5 മാസമായിട്ടല്ലേ. ഏപ്രിൽ ടു ഇപ്പം ജൂലൈ ആയി, ജൂലൈ, റൈറ്റ്. അപ്പം ഏകദേശം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഫാൾസ് ബ്രേക്കൗട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും, സഡൻ ഡീപ്പ്, പ്രീമിയത്തിൽ മൂവ്മെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതൊരു റേഞ്ച് മാർക്കറ്റിൻ്റെ പ്രത്യേകത മാത്രമാണ്. അപ്പോൾ ഇത് മാറും. ഇതൊരു 24,800 അല്ലെങ്കിൽ 24,400 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ട്രെൻഡിങ് നെക്സ്റ്റ് മൂവ്മെൻറ്റുകൾ വരും, ക്ലിയർ ഡയറക്ഷൻ വരും. അല്ലെങ്കിൽ തിരിച്ച് താഴോട്ടാണെങ്കിലും ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രെൻഡിങ് മൂവ്മെൻറ്റുകൾ തരും. അതായത് നമ്മൾ പഴയ ചാർട്ടുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പഴയ ചാർട്ടുകൾ നോക്കുവാണെങ്കിൽ ട്രെൻഡിങ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത്, അതായത് ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്, റൈറ്റ്. ഇവിടെയൊക്കെ ഒരു ട്രെൻഡിങ് മൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഇവിടെയൊക്കെ ഒരു സ്ട്രോങ് ഡൗൺസ് അപ്പ് ട്രെൻഡിങ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ അതുപോലുള്ള മാർക്കറ്റ് അല്ല ഇപ്പോഴത്തെ മാർക്കറ്റ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് ട്രേഡുകൾ എടുത്തിട്ട് നമ്മുടെ സൈക്കോളജിക്കലി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയൊരു ട്രെൻഡിങ് മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഈവൻ ലാസ്റ്റ് വീക്കിലാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ട്രേഡുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റിയൊക്കെ നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയ മൂവ്മെൻറ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, റൈറ്റ്. അപ്പം ഈ ഒരു വീഡിയോയിൽ പറയാൻ ശ്രമിച്ചതാണ്, റേഞ്ച് മാർക്കറ്റിൽ നിങ്ങളെ ഡെഫിനറ്റ്ലി സൈക്കോളജിക്കലി ട്രാപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ബി പ്രിപ്പയർ ആയിരിക്കാം, റൈറ്റ്. മാർക്കറ്റ് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ നിങ്ങളത് നിന്ന് കൊടുക്കരുത്. നിങ്ങൾ റേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് എടുക്കണമെങ്കിൽ വലിയ എന്തെങ്കിലും മൂവ്മെൻറ്റുകൾ, എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. അല്ലെങ്കിൽ ഒരു ക്ലീൻ സ്ട്രക്ചർ ആസ് പെർ നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ച് വരുവാണെങ്കിൽ മാത്രം എടുക്കാം. അല്ലാതെ നിങ്ങൾ ഓരോ ക്യാൻഡിലും ഓരോ ബ്രേക്കൗട്ടിലും എൻട്രി എടുക്കാതിരിക്കുക. അത് നിങ്ങളെ സൈക്കോളജിക്കലി ഡാമേജ് ചെയ്യും. ഓക്കെ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ഇതിനൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.